ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കണ്ണൊക്കെ നല്ല വാലൊക്കെ ഇട്ട് എഴുതണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവില്ലേ. പക്ഷെ കൈ വരയ്ക്കണോ അല്ലെങ്കിൽ എങ്ങനെ വരച്ചിട്ട് ശരിയാവണില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് അമ്മമാർക്ക് വേണ്ടിയിട്ടാട്ടോ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുത്തതാണ് ഡാസലിൻ്റെ 2 പ്രോഡക്റ്റ്സ് ആട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ എങ്ങനെ വരയ്ക്കാം എന്നൊക്കെ നോക്കാം. അപ്പോൾ ഡാസലിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എല്ലാവരുടെയും കയ്യിൽ കാണും. കുഞ്ഞു മക്കൾക്ക്, എൻ്റെ കൊച്ചിനിപ്പോൾ 7 വയസ്സായി, അവൾ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ണൊക്കെ എഴുതാൻ ഇത് വെച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ആദ്യം. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ലോ മോഷൻ മോഡിലോട്ട് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈ നന്നായിട്ട് വലിച്ച് പിടിക്കുക. എന്നിട്ട് കോർണറിൽ ടച്ച് ചെയ്യാതെ നമ്മൾ പ്ലേസ് ചെയ്ത് തുടങ്ങിയാൽ എൻഡ് വരെയും കൈ എടുക്കാതെ തന്നെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നിക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കുക. അതിൽ നിന്ന് എക്സസ് കിട്ടുമല്ലോ നമ്മൾ വരച്ച് കഴിയുമ്പോൾ, അത് വെച്ചിട്ട് വേണം നമ്മൾ ആ കോർണറിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു വൈറ്റ് പോർഷൻ നമ്മൾക്ക് താഴോട്ട് കാണത്തില്ലേ, അവിടെയൊക്കെ നമ്മൾ ഒട്ടും വൈറ്റ് കാണാത്ത രീതിയിൽ നന്നായിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ വിങ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കോർണറിൽ നിന്ന് 2 ട്രയാങ്കിൾ കീപ്പ് ചെയ്യുന്ന രീതിയിലൊരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ മുട്ടിച്ച് ആ ഒരു കോർണറിലോട്ട് മുട്ടിച്ചതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കാണാത്ത രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തെറ്റി പോവാണ്ട് തന്നെ നമുക്കത് വിങ് നല്ല അടിപൊളിയായിട്ട് വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അറിയില്ലാത്തവരാണെങ്കിൽ അമ്മമാരൊന്ന് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് പഠിച്ച് നോക്കട്ടോ. വരച്ച് നമുക്കത് പഠിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് അറിയാതെ തന്നെ ഇരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ വരച്ച് കൊടുക്കണ്ടേ. എപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് വരപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇനി മക്കളുടെ കണ്ണിൽ വരച്ച് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിലൊക്കെ തന്നെ ഒന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കണ്ണ് നമ്മൾ വരച്ചതിന് ശേഷമുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കണ്ണും കൂടി വരയ്ക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് കേട്ടോ ആദ്യത്തേൽ വരയ്ക്കുന്നത്. ഇതിന് ശേഷം ആ എക്സസ് വന്നത് വെച്ച് തന്നെയാണ് നമ്മൾ അതിൻ്റെ കോർണറിലോട്ട് വരച്ചു കൊടുത്തത്. അതിനുശേഷം നമ്മളൊരു കോൺ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു താഴത്തുനിന്ന് മേളിലോട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു വൈറ്റ് പോർഷൻ കാണാനുണ്ടോ ഇപ്പോൾ അതിൽ ഞാൻ എന്നിട്ട് ബാക്കി അതിലുള്ളത് വെച്ചിട്ടാണ് നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ട് വിങ് ലൈൻ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കുക, നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ ഇല്ലേന്ന്. അത്രയും പ്രൊഫഷണലൊന്നും ആയില്ലല്ലോ. നമ്മുടെ മക്കൾക്ക് നമുക്കൊന്നും തന്നെ വരച്ച് കൊടുക്കാമെന്ന് പറയുന്നത് അടിപൊളിയല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ തന്നെയാണ് എൻ്റെ കൊച്ചിനെ എപ്പോഴല്ലേ നമ്മൾ റെഡിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് അഭിമാനത്തോടെ പറയാറുള്ള ഇത് വേണ്ടേ. അപ്പോൾ അങ്ങനെ പറ്റാത്തവർ ഇനിയും നല്ല രീതിയിൽ വരച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മസ്കാര ആയിട്ടോ ഡാസ്ലറിൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ആകുമ്പോൾ ഇതൊക്കെ തന്നെ മതി ധാരാളം. എപ്പോഴും ഒന്നും അവർക്ക് ഇട്ടൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു എവിടെയെങ്കിലും ഒരു കല്യാണമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇട്ട് കൊടുക്കാൻ നോക്കട്ടെ, അവരൊരു സന്തോഷം. അപ്പോൾ കണ്ണ് നന്നായിട്ട് വിടർത്തി വെച്ചതിന് ശേഷം നമ്മൾ മേളിലോട്ട് വേണം മസ്കാര എപ്പോഴും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ 2 കണ്ണിലും ഒരേപോലെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതിന് ശേഷമുള്ളൊരു എങ്ങനെയാണ് നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് എന്നെ ഒന്ന് അറിയിച്ചു എങ്ങനെയുണ്ട് നമ്മൾ വരച്ചത്, ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി ആരും അറിയില്ലെന്നൊന്നും പറയരുത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അവർക്കും ഒന്ന് വരച്ചൊക്കെ ഒന്ന് കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് അവർക്കും സന്തോഷമാവുള്ളൂ. എൻ്റെ അമ്മ എനിക്ക് വരച്ച് തന്നല്ലോ എന്ന് അവരും പറയണ്ടേ. അല്ലെങ്കിൽ ഇത് ആര് വരച്ചെന്ന് ചോദിക്കുമ്പോൾ പറയണ്ടേ അമ്മ വരച്ചെന്നതാന്ന് പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം പഠിക്കുക, അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എങ്ങനെയുള്ളതൊക്കെ വേണം എന്നുള്ളതൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നേരം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.